കണ്ണൂരിൽ ഒരു കട ഉണ്ടായിരുന്നു. ആ കടയുടെ പേരാണ് NK സ്റ്റോർ. അതിലൊരു അഹമ്മദ് എന്ന ഒരു ആളുണ്ടായിരുന്നു. അഹമ്മദിനൊരു കുട്ടിയുണ്ടായിരുന്നു. അഹമ്മദിൻ്റെ വയസ്സ് 26, കുട്ടിയുടെ വയസ്സ് 7. പിന്നെ ആ കടയിലൊരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എപ്പോഴും പാട്ടുകളും കവിതകളും ഉണ്ടാവും. ആ പാട്ട് ആസ്വദിച്ച് ചായ കുടിക്കാൻ കുറച്ച് പേരും ഉണ്ടാവും. ഓക്കെ. പിന്നെ അവിടെ ഒരു ഇംലി മിഠായി, അതായത് പുളിമിഠായി അടുത്ത സ്പെഷ്യലാണ്. പിന്നെ ചായക്ക് പഴം, അതായത് വാഴപ്പഴം. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം. നമ്മൾ ഖൈറുള്ള എന്ന പാഠം, അത് എഴുതിയത് അഹമ്മദ്, അതായത് NK അഹമ്മദ് മൗലവി എഴുതിയതാണ്. NK അഹമ്മദ് മൗലവിയുടെ ശരിക്കുള്ള പേര് കുഞ്ഞ് അഹമ്മദ്. അഹമ്മദ് ബിനു ഒരു കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞ് അഹമ്മദ്. അദ്ദേഹം ജനിച്ചത് 1926 മരണപ്പെട്ടത് 2007. ഓക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ NK പറഞ്ഞല്ലോ, NK അഹമ്മദ് മൗലവിയാണെന്നുള്ളത്. പിന്നെ കണ്ണൂരിൽ കട, അതായത് കണ്ണൂരിലാണ് കടവത്തൂർ എന്ന സ്ഥലം. കടവത്തൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ കടവത്തൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ ഈ പാട്ട് അതിന് മുമ്പ് ഇംലി, അദ്ദേഹം പുളിക്കൽ കോളേജ് ഉണ്ടല്ലോ, അവിടെയും. പിന്നെ വാഴക്കാടിലാണ് അദ്ദേഹം പഠിച്ചത്. പുളിക്കലും പഠിച്ചു. പിന്നെ ഉള്ളത് റേഡിയോയിൽ കേൾക്കുന്ന പാട്ട് അല്ലെങ്കിൽ കവിത, ഇത് ആസ്വദിക്കുന്നവരാണത്. അവർക്ക് ഖൈറാണ്, അള്ളാഹിൻ്റെ ഖൈറാണ് ഇത്, ഈ ഒരു കവിത എന്ന് അവർ പറയും. അപ്പോൾ ഖൈറുള്ള ഒരു ഷെയറാണ്. കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ ജില്ല, കടവത്തൂരാണ് സ്ഥലം. NK അഹമ്മദ് മൗലവിയാണ്. കുഞ്ഞുണ്ട് അദ്ദേഹത്തിന്, കുഞ്ഞ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അഹമ്മദ് ബിൻ കുഞ്ഞ് അഹമ്മദാണ് പേര്, മുഴുവൻ പേര്. 1926 ജനനം, 2007 മരണം. പുളിക്കല്ല് പഠിച്ചു, വാഴക്കാട് പഠിച്ചു. ഓക്കെ. അപ്പോൾ ഖൈറുള്ള എന്ന പാഠത്തിൽ നിന്ന് ഒരുപാട് പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.